സാർ, ക്ഷേമവും പുനരധിവാസവും മാത്രമല്ല നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളും യഥാർത്ഥമാക്കിയാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. സാർ, കേരളത്തിന്റെ തെക്ക് വടക്ക് ദേശീയപാതയുടെ NH-66 നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സാർ, ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുത്ത ചെലവിന്റെ 25% 5580 കോടി രൂപ നൽകിയ സർക്കാരാണ് നമ്മുടേത്. UDFന്റെ കാലത്ത് അസാധ്യമെന്ന് വിലയിരുത്തി ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതിയുടെ ഓഫീസ് പൂട്ടി ദേശീയപാത അധികൃതർ മടങ്ങിപ്പോയിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വികസന കാഴ്ചപ്പാടിന്റെയും ഭരണമികവിന്റെയും അഭിമാന പ്രതീകമാണ് ഈ ദേശീയപാത. കേരളത്തിന്റെ വരും തലമുറകൾ പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും അഭിമാന പുരസ്സരം നോക്കിക്കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. സാർ, ഭാവി കേരളത്തിന്റെ വികസന ചക്രവാളം തുറന്നാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. വിസ്മയകരമായ വികസനം വിഴിഞ്ഞത്തിലൂടെ കേരളത്തിലെത്തും. നാളിതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് 611 ചരക്ക് കപ്പലുകളാണ്. വിഴിഞ്ഞത്ത് നടന്ന ചരക്ക് നീക്കമാകട്ടെ 13.14 ലക്ഷം എണ്ണം TEU കണ്ടെയ്നറുകളുടേതും. സാർ, വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2026 ജനുവരി 24 ബഹുമുഖ്യമന്ത്രി നിർവഹിച്ചു. 2024 പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് 17 വർഷം മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സാർ, KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച സർക്കാരാണിത്. പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത്. സാർ, കേരളത്തിലെ KSRTC ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്നത് എല്ലാ മാസവും 1-ാം തീയതിയാണ്. പ്രതിമാസം 125 കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ KSRTCക്ക് കൃത്യമായി നൽകി വരുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാളിതുവരെ KSRTCക്ക് നൽകിയത് 8525.43 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാർ 5002 കോടി രൂപയും ഉമ്മൻചാണ്ടി സർക്കാർ 1466.79 കോടി രൂപയുമാണ് KSRTCക്ക് നൽകിയത്. സാർ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വ്യവസായ വളർച്ചയോട് കൂടി കാലമായിരുന്നു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് 3.92 ലക്ഷം സംരംഭങ്ങളാണ്. കേരളത്തിലേക്ക് വന്ന നിക്ഷേപമാകട്ടെ 22,000 കോടി രൂപയുടേതും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ 7.5 ലക്ഷവുമാണ്. സാർ, രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 1-ാം സ്ഥാനത്താണ്. സാർ, സംസ്ഥാനത്തെ IT കയറ്റുമതി 1-2 പിണറായി സർക്കാരിന്റെ കാലത്ത് 8,500 കോടി രൂപയിൽ നിന്നും 26,252 കോടി രൂപയായി വളർന്നു. പുതുതായി 100 ലക്ഷം ചതുരശ്ര അടി IT തൊഴിലിടം നാം സൃഷ്ടിച്ചു. സാർ, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന IT കമ്പനികളുടെ എണ്ണം 650-ൽ നിന്നും 1,160 വർദ്ധിച്ചു. സാർ, വ്യവസായവും നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിനൊപ്പം നമ്മുടെ അടിസ്ഥാന മേഖലകളും വികസിക്കുകയാണ്. സാർ, ഈ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം നെല്ലിന്റെ സംഭരണ വില 30 രൂപയായി ഉയർത്തി. സാർ, റബ്ബറിന്റെ താങ്ങുവില 200 രൂപയായി ഉയർത്തി. നെല്ല് സംഭരണത്തിനായി ഈ സർക്കാർ ചെലവഴിച്ചത് 2,720.15 കോടി രൂപയാണ്. സാർ, ഈ സർക്കാർ നാളിതുവരെ വിപണി ഇടപെടൽ നടത്തുന്നതിനായി സപ്ലൈകോയ്ക്ക് നൽകിയത് 3,455.28 കോടി രൂപയാണ്. സാർ, ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് 5,82,908 പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. സാർ, ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 2,33,947 സാർ, സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത് 10 ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ്. സാർ, സംസ്ഥാനത്ത് ഈ സർക്കാർ നൽകിയ പുതിയ വൈദ്യുതി കണക്ഷനുകൾ 15,51,609 സാർ, ഈ സർക്കാരിന്റെ കാലത്ത് ഉത്പാദിക്കപ്പെട്ട വൈദ്യുതി 39,302.84 മെഗാ യൂണിറ്റാണ്. സാർ, കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. സാർ, ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ അഭിമാന നേട്ടമല്ലേ സാർ അത്? സാർ, ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നൽകിയ കുടിവെള്ള കണക്ഷനുകൾ 39.79 ലക്ഷമാണ്. സാർ, 1-2 പിണറായി സർക്കാരുകളുടെ വികസനത്തിന്റെ ചാലകശക്തിയായിരുന്ന കിഫ്ബിയിലൂടെ അനുമതി നൽകിയിട്ടുള്ള പദ്ധതികൾ 96,531.14 കോടി രൂപയുടേതാണ്. കിഫ്ബി പദ്ധതികൾക്കായി ഇതിനകം ചെലവഴിക്കപ്പെട്ടിട്ടുള്ള 38,535.02 കോടി രൂപയിൽ 27,712.36 കോടി ഈ സർക്കാരാണ് നൽകിയത്. സാർ, ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് BM and BC നിലവാരത്തിലേക്ക് ഉയർത്തിയത് 17,749.11 കിലോമീറ്റർ റോഡുകളാണ്. സാർ, ഈ സർക്കാരിന്റെ കാലത്ത് 1,657 കോടി രൂപ ചെലവഴിച്ച് മലയോര പാതയുടെ 212.2 കിലോമീറ്റർ നിർമ്മിച്ചു കഴിഞ്ഞു. സാർ, 2,730 കോടി രൂപ ചെലവിൽ തീരദേശ പാതയുടെ നിർമ്മാണം നടക്കുകയാണ്. പാതയുടെ ഭാഗമായ മുനമ്പം കോരപ്പുഴ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. സാർ, വടക്കൻ കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ വയനാട് തുരങ്കപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു. സാർ, 8.73 കിലോമീറ്റർ നീളമുള്ള ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ വിസ്മയകരമായ മാറ്റങ്ങൾ വയനാട്ടിലുണ്ടാവും.
തുരങ്കപ്പാതയുടെ ചെലവ് 2134.5 കോടി രൂപയാണ് സർ. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് നിർമ്മിച്ച റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ എണ്ണം 100 എണ്ണമാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടങ്ങളുടെ എണ്ണം 607 സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരമായി സർക്കാർ നൽകിയ തുക 68.69 കോടി രൂപയാണ്. സാർ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല 512 കോടി രൂപ ചെലവിൽ തൃശൂർ പുത്തൂരിൽ ഈ സർക്കാർ സ്ഥാപിച്ചു. ഭാവിയിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ആകർഷകമായ സ്ഥാപനങ്ങളിലൊന്നായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറും എന്ന് തീർച്ചയാണ് സർ. സർ, പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനായി സർക്കാർ സഹായം നൽകുന്ന ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പിലൂടെ 25 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് നേടി വിദേശത്തേക്ക് പോയ കുട്ടികളുടെ എണ്ണം 1104 സർ. സർ, സംസ്ഥാനത്തെ ഭൂരഹിതരായ പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത ഭൂമി 8573.52 ഏക്കറാണ്. സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചത് 5000 കോടി രൂപയാണ്. സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് കായിക താരങ്ങൾക്ക് നൽകിയ സർക്കാർ തൊഴിലുകളുടെ എണ്ണം 961 സാർ. സാർ, രണ്ടാം പിണറായി സർക്കാർ 4 വർഷം കൊണ്ട് PSC വഴി നൽകിയ നിയമനങ്ങളുടെ എണ്ണം 1,45,586 ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ 9 വർഷക്കാലം നിയമന ശുപാർശ നൽകിയത് 3 ലക്ഷത്തിലധികം പേർക്കാണ്. സാർ, ഇന്ത്യയിലെ ആകെ PSC നിയമനങ്ങളുടെ കണക്കെടുത്താൽ 60% കേരളത്തിലാണ് നടക്കുന്നത്. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ കേരളത്തിൽ സൃഷ്ടിച്ച പുതിയ തസ്തികകളുടെ എണ്ണം 32,000 സാർ. സാർ, സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആകെ 2374 കോടി രൂപ വരുന്ന 13 ലക്ഷത്തോളം ക്ലെയിമുകളാണ് സെറ്റിൽ ചെയ്തത്. സാർ, മെഡിസെപ്പ് 1.0യുടെ പ്രവർത്തനം പരിശോധിച്ചും ഉയർന്നു വന്ന പരാതികൾ പരമാവധി പരിഹരിച്ചും തയ്യാറാക്കിയിട്ടുള്ള മെഡിസെപ്പ് 2.0 സർക്കാർ ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കുകയാണ് സാർ. സാർ, മുകളിൽ സൂചിപ്പിച്ച ഈ നേട്ടങ്ങൾക്ക് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശരിയായ വികസന കാഴ്ചപ്പാട്. 2, ജനങ്ങളിൽ നിന്ന് കൂടി സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് LDF പ്രകടന പദ്ധതി പുറത്തിറക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാനമൊട്ടാകെ പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായി സംസ്ഥാനത്തിന്റെ പൊതുഅഭിപ്രായം സമാഹരിക്കുകയും ചെയ്യുന്നു. അപ്രകാരം അന്തിമമായി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും തിരികെ ജനങ്ങൾക്ക് സമർപ്പിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ലക്ഷ്യങ്ങൾക്കും മുൻഗണനകൾക്കും വ്യതിയാനം ഉണ്ടാകുന്നില്ല. സർ, സർക്കാരിന്റെ തുടർച്ച മൂലം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞ വികസനക്ഷേമ കാര്യങ്ങൾ 10 വർഷം തുടർച്ചയായി സർക്കാരിന് നേതൃത്വം നൽകിയത് വഴി കേരളത്തിന്റെ ഭാവികാല വികസനത്തിന് ശക്തമായ അടിത്തറയിടാൻ 1-2 പിണറായി സർക്കാർ കഴിഞ്ഞു. സർ, വൻകിട വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും നവകേരളത്തിന് വേണ്ടി സമഗ്രമായ വികസന സമീപനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അടുത്ത 2 പതിറ്റാണ്ടിലേക്കുള്ള കേരള വികസനത്തിന് അടിത്തറയിടാൻ 10 വർഷം നീണ്ട LDF ഭരണത്തിന് സാധിച്ചു. ഇത് ചെറിയ നേട്ടമല്ല. ലോകത്തിനൊപ്പം കേരളത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്നും നാം തെളിയിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി നാടിന്റെ വ്യവസായ തൊഴിൽ രംഗങ്ങളെ ആധുനീകരിച്ച് അതിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി നാം വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. സർ, ഭാഗം 2. സർ, VS സെന്റർ. സർ, സഖാവ് VS അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന നേടാണ് VSന്റെ സമരജീവിതം. VSന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങളും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും കഴിയുന്ന ഒരു കേന്ദ്രം VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. അതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഞാൻ അവതരിപ്പിച്ച കഴിഞ്ഞ 5 ബജറ്റുകളിലും പുതിയ കാലത്തിനനുസൃതമായ പദ്ധതികളും പ്രഖ്യാപനങ്ങളും സവിശേഷ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരുന്നു. ലോകം മാറുന്നതിനൊപ്പം കേരളവും മാറണമെന്നും നാടിന്റെ സാമൂഹിക സാംസ്കാരിക തൊഴിൽ മണ്ഡലങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായ വികസന ശൈലി രൂപപ്പെടുത്തുന്ന പദ്ധതികൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സർ, മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഡിജിറ്റൽ സയൻസ് പാർക്ക്, സർവകലാശാലയിലെ മികവിന്റെ കേന്ദ്രങ്ങൾ, വർക്ക് നിയർ ഹോമുകൾ, ട്രാൻസ്ലേഷൻ സെന്ററുകൾ, സ്കിൽ പാർക്കുകൾ, അഗ്രി പാർക്കുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാകുക, പൂർത്തീകരണ ഘട്ടത്തിലെത്തുകയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണവും വരുമാനവും നൽകാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെയർ എക്കോണമിയും സിൽവർ എക്കോണമിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന മേഖലകളാണ്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ വർഷത്തിലേക്കുള്ള പദ്ധതികളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത്. മുൻ ബജറ്റുകളുടെ നൂതനാശയങ്ങളും ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയവ കൂട്ടിച്ചേർത്ത് അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഈ ബജറ്റിലും സ്വീകരിക്കുന്നത്. സർ, വേൾഡ് എക്കണോമിക് ഫോറം. സർ, കഴിഞ്ഞ ദിവസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളം ഒപ്പുവെച്ചത് 1.18 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപര്യപത്രമാണ്. വിവിധ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് കേരളത്തിൽ നിക്ഷേപം നടത്താനായി തയ്യാറായിരിക്കുന്നത്. മെഡിക്കൽ ടെക്നോളജി, വ്യവസായം, റിന്യൂവബിൾ എനർജി, ഡാറ്റാ സെന്റർ, എമർജിംഗ് ടെക്നോളജി എന്നീ മേഖലകളിലെ 27 കമ്പനികളിലാണ് താൽപര്യപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.